സോ റേഡിയൻ വരുമ്പോൾ പൈ ബൈ 180 ഡിഗ്രി വരുമ്പോൾ 180/π എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ വന്നു നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കിത് 45 ഡിഗ്രി എത്ര റേഡിയൻ ആണ് നിങ്ങൾക്ക് ഈ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം 360 = 2π ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ പൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ആയിരിക്കും. അതായത് പൈ റേഡിയൻ. ഓക്കെ, അപ്പോ ഈ പൈ അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 1 റേഡിയൻ = 180/π എന്നാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 180 ഡിഗ്രി ആണ്. അപ്പോൾ 1 റേഡിയൻ ഡിഗ്രിയിലേക്ക് മാറ്റം എങ്ങനെയായിരിക്കും? അപ്പൊ റേഡിയൻ = 180/π അല്ലെ? ഇനി മറ്റേ നോക്കുകയാണെങ്കിൽ, അതായത് ഡിഗ്രിന്ന് മാറ്റാൻ റേഡിയനിലേക്ക് മാറ്റാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റേഡിയൻ ഡിഗ്രിയിലേക്ക് മാറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുക വെച്ചാല്, ഇപ്പോ പൈ റേഡിയൻ ആണല്ലോ എന്ത് 180 വരുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ 180 ആണ്. അപ്പൊ ഇത് ഡിഗ്രിയിലേക്ക് മാറ്റാനാണെങ്കിൽ ഇവിടെ 1 ആക്കണം, 1 ഡിഗ്രി ആക്കണം. അപ്പൊ നമ്മൾ ഇവിടെ രണ്ടോടത്തും 180 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇത് 1 ആണ്. അപ്പൊ 1 ഡിഗ്രി = എന്താവും? π/180 എന്നാവും. ഓക്കെ, അപ്പോ 1 ഡിഗ്രി ഇങ്ങനെ ഇതാണെങ്കിൽ 1 ഡിഗ്രി = π/180. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും റേഡിയൻ വരുമ്പോ 180/π ഡിഗ്രി വരുമ്പോ π/180. നമുക്ക് ഈസി ട്രിക്ക് നോക്കാം. അതായത് ട്രിക്ക് എന്താ വെച്ചാല് ഭയങ്കര സിമ്പിൾ ആണ്. അതായത് റേഡിയൻ വരുമ്പോ എന്തായിരിക്കും? π/സംതിങ് ആയിരിക്കുമല്ലോ. അപ്പോ ഈ റേഡിയനിലേക്ക് മാറ്റാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററിൽ, അതായത് ഈ പൈയും ഇതിപ്പോ റേഡിയനിലാണ് തന്നത്, ഞങ്ങൾ ഡിഗ്രിയിലേക്ക് മാറ്റം പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ പൈ കട്ട് ചെയ്യണം. പൈ നമ്മൾ ഇതിൽ ഡിഗ്രീസ് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ പൈ കൊടുക്കും. ഇപ്പോ 180/π ഈസി കിട്ടിയില്ലേ? പൈയും പൈ ക്യാൻസൽ ചെയ്ത് പോണ പോലെ നമ്മൾ ചെയ്യാം. ഇനിയിപ്പോ ഈ ഡിഗ്രിയിലാണ് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോ 45 ഡിഗ്രി നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 45 ഡിഗ്രി. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ ചെയ്യാൻ വെച്ചാല് ഈ ഡിഗ്രി 180 ആണ് നമുക്കിപ്പോ ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നത്. പൈ ആണെങ്കിൽ നമുക്ക് റേഡിയൻ വേണം. അപ്പോ ഈ 45 ഡിഗ്രി കട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ? 180 വെച്ചിട്ടാണ്. അപ്പോ ഇവിടെ മുകളിൽ പൈ, ഇവിടെ 180. അപ്പൊ 180/45 എത്രയായിരിക്കും? 4 ആണല്ലോ. അപ്പൊ π/4. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക?